കുറ്റ്യാടി മണ്ഡലത്തിൽ CPM അക്രമം അഴിച്ചുവിടുകയാണെന്ന് വ്യാജ പ്രചരണം നടത്തുകയാണ് ഷാഫി പറമ്പിൽ എംപിയും UDF-ഉം എന്ന് LDF. ഷാഫി പറമ്പിലിന്റെ പ്രസ്താവന തികഞ്ഞ രാഷ്ട്രീയ അല്പതരമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂവെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ മാസ്റ്റർ പറഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിന്റെ ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ വലിയ രൂപത്തിൽ വക്രീകരിച്ച് അവതരിപ്പിച്ച് ഇടതുപക്ഷ മുന്നണി മണ്ഡലത്തിൽ കലാപം ഉണ്ടാക്കുന്നു എന്ന പ്രചാരണത്തിന് നിലവിലുള്ള UDF സ്ഥാനാർത്ഥിയും അതുപോലെ വടകര പാർലമെൻറ്റ് അംഗവും വ്യാപകമായ രൂപത്തിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് ജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പത്രക്കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ ആഴ്ച മണിയൂർ തെരുവിൽ വെച്ച് ഒരു RMB നേതാവായിട്ടുള്ള ആൾ ഉത്സവ സ്ഥലത്ത് വെച്ച് വോട്ടർമാരെ കാണുന്ന കുറ്റ്യാടി മണ്ഡലം LDF സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യുന്ന നിലയുണ്ടായി. അത് വലിയ പ്രശ്നമാക്കേണ്ട എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി നിലപാടെടുത്തതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ ഇത്തരം ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ച് പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിഷേധിക്കുക എന്ന നിലപാടാണ് UDF മണിയൂർ പഞ്ചായത്തിലും തുടർന്ന് മണ്ഡലത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും നടന്നില്ല എന്ന് വ്യാഖ്യാനിക്കാൻ. എന്നാൽ ഉത്സവ സ്ഥലത്തുണ്ടായിരുന്ന നിരവധി ആളുകൾ ഇതിനകം നവമാധ്യമങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ചില കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് ഇതിനകം ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കല്ല, അത്തരം കാര്യങ്ങളിലൊക്കെ ഇരയാകുന്നത് LDF ആണ്. എന്നിട്ട് LDF അക്രമകാരികളാണ്, കലാപം അഴിച്ചുവിടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളത്? ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഉത്സവപ്പറമ്പിൽ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കഴിഞ്ഞ പടക്കത്തിൻ്റെ ബാക്കിയെടുത്തിട്ട് കത്തിക്കുന്നത് കാണാം. ഇത് സ്വാഭാവികമാണ്. നാട്ടിൻപുറങ്ങളിൽ ഈ ഉത്സവാഘോഷം നടക്കുന്ന വേളയിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് അപകടവും വരാറുണ്ട്. അങ്ങനെയാണ് വില്യാപ്പള്ളിയിലെ കൊറ്റാമ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരനല്ല, ഒരു 17 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ആ കുട്ടി ഇത് പൊട്ടിക്കുന്നതിനിടയിൽ കൈക്ക് പൊള്ളലേറ്റു, പരിക്കേറ്റു. സ്വാഭാവികമായി നാട്ടിലുണ്ടാകുന്നൊരു സംഭവം എന്ന നിലയ്ക്ക് അതിനെ ആ പ്രദേശത്തുള്ള UDF-കാരുൾപ്പെടെ അത് അങ്ങനെ ഒരു അപകടം പറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ്, കുട്ടിക്ക് അത് മനസ്സിലാക്കി അവരൊക്കെ ആ നിലയിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിറ്റേന്ന് ഉച്ചയ്ക്ക് UDF സ്ഥാനാർത്ഥി പില്യാപ്പള്ളി എത്തിയപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ മാറ്റി